അതിശമാരിലും പുതു കൗതുകമാലെ ഹാജറയും നിന്റെ അജപൊളി പാരിലെ നവബീവിയതായി താനവും കിട്ടി ബസ്മല ആദിൽ നീട്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൃഷിക്കാരെ കൊണ്ട് പൂക്കൃഷി ചെയ്യിപ്പിച്ചു. അപ്പോൾ അവരുടെ പൂക്കൾക്കൊരു വിപണനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു FPOയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ണൂർ ജില്ലയിലുള്ള പൊതുസമൂഹം നമ്മളെ അറിയണം ഞങ്ങളിത് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ബിസിനസ് കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സൗജന്യമായിട്ടുള്ള ആളുകളെ മുഴുവൻ ഈ ഒരു മേള കാണാൻ ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു വിപണന മേള നമ്മൾ നടത്തുന്നത്. കണ്ണൂർ ഫ്ലവർ ഫെസ്റ്റ് എന്നുള്ള പേരിൽ ഇത് ഞങ്ങളുടെ ഒരു ബ്രാൻഡായിട്ട് മാറണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഇതുവഴി ഞങ്ങൾക്ക് കൂടുതൽ ഫ്ലവർ അറേഞ്ച്മെൻറ്റിനുള്ള ഓർഡറുകൾ, അതുപോലെ ഗാർഡൻ മേക്കിങ്ങിനുള്ള ഓർഡറുകൾ, അതുപോലെ മറ്റുള്ള നഴ്സറികളിലെ ചെടികൾക്കുള്ള ഓർഡറുകൾ ഇതെല്ലാം കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ മാഷ് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. പുഷ്പ കർഷകർക്കുള്ള ഒരു FPO സംസ്ഥാനത്ത് ആദ്യമായിട്ട് രൂപീകരിക്കപ്പെട്ടത് ഞങ്ങളുടെ നേതൃത്വത്തിലാണ്. കണ്ണൂർ ഫ്ലവർ ഫാമേഴ്സ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു FPO കണ്ണൂർ ഫ്ലവർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്ന ഈ സംഘടന. ഈ സംഘടനയുടെ ബേസ് ഇത് ജില്ലാ തലത്തിലുള്ള ഞങ്ങളുടെ മെയിൻ ബോഡിയാണ്. ഇതിൻ്റെ ഏറ്റവും താഴെയുള്ള ബോഡി എന്ന് പറഞ്ഞത് FIG, ഫാർമർ ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ് എന്ന FIGകളാണ്. അത് നമുക്ക് പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ കൃഷിഭവൻ തലത്തിലൊക്കെ നമുക്ക് രൂപീകരിക്കാം. 5 മുതൽ 15 വരെ അംഗങ്ങളാണ് ഓരോ FIGയിലുണ്ടാകുന്നത്. ഒരംഗം 2000 രൂപ ഷെയർ എന്ന രീതിയിലാണ് നമ്മളിത് എടുക്കുക. ഇതാണ് ഇതിൻ്റെ ഫോർമേഷൻ. നമുക്ക് നാട്ടിൽ നിങ്ങൾക്ക് പൂക്കൃഷി താല്പര്യമുള്ള പൂക്കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്, ഞങ്ങളുടെ അംഗത്തെ എടുക്കാവുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ പ്രൊഡക്ഷൻ ഓർഗനൈസേഷൻ തുടങ്ങിയിട്ട് 3-4 മാസങ്ങളായിട്ട് അതിനുള്ളിൽ തന്നെ ഓരോ വിജയങ്ങളുമായിട്ട് പുറത്തുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നതോടൊപ്പം ഇതേപോലെ വളരെ ബൃഹത്തായിട്ടുള്ളൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഇതിന് മാർക്കറ്റിംഗിനുള്ള പബ്ലിസിറ്റി രീതിയിൽ കൂടിയാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാം നടത്തുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിൽ ഇതിനേക്കാളും മികച്ച രീതിയിലും ഇതിനേക്കാൾ വലിയ രീതിയിലും ഷോകളും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കൾട്ടിവേഷൻ ജനങ്ങൾക്ക് പരിചയപ്പെടുന്ന രീതിയിലുള്ള ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്താൻ ഓർഗനൈസേഷൻ സാധിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. നമസ്കാരം. സ്വപ്നങ്ങൾ കാണാത്തവരായി ആരും ഉണ്ടാവില്ല. എന്നാൽ ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നവർ മാത്രമേ ചരിത്രത്തിൽ ജീവിക്കുകയുള്ളൂ. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നുള്ളത് കണ്ണൂർ ടൗൺ സ്ക്വയറിലാണ്. ഇവിടെ എവിടെയും കേൾക്കാതൊരു വ്യത്യസ്തമായൊരു പരിപാടി നടത്തുന്നുണ്ട്. കണ്ണൂർ ഫ്ലവർ ഫെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. കണ്ണൂർ ജില്ലയിലും ഇതാദ്യമായിട്ടാണ്, കേരളത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണെന്നാണ് പലരോടും സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതിൻ്റെ കാര്യമായ 2 ആൾക്കാരെ ഞാൻ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് വിളിച്ചു വരുത്തി ഇവിടെ നിർത്തിച്ചിട്ടുണ്ട്, നിർബന്ധിപ്പിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവരോട് ചോദിച്ച് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് എന്തെല്ലാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമസ്കാരം. എന്താ പേര്? അജിമോൾ. എന്താണ് ചെയ്യുന്നത്? ഞാൻ കൃഷി വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് കഴിഞ്ഞ ഏപ്രിൽ മാസം 30-ാം തീയതി റിട്ടയർ ചെയ്തിട്ട് ഇപ്പം ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട്. താങ്കളെ പേരൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ രാജൻ, ചുള്ളിയാട് LP സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്താണ്. ഇപ്പോൾ ഈ പുഷ്പ കർഷകരുടെ കൂട്ടായ്മയായി സഹകരിച്ചു. എന്താണ് ഈ ഇപ്പോൾ ഉള്ള മാഡത്തിനോട് ഉള്ള ചോദ്യമാണ്. ഇങ്ങനൊരു സംഭവത്തിനെ പറ്റിയിട്ട് കേട്ടിട്ടുമില്ല. അതുകൂടാണ്ട് ഇതിൻ്റെ മുഖ്യമായൊരു ആകർഷണം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രവേശനം പൂർണ്ണമായി സൗജന്യമാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി എന്നാൽ വ്യക്തമാക്കി തരാൻ പറ്റുമോ? കണ്ണൂർ ജില്ലയിലെ ഒരു വർഷം ഏകദേശം നമ്മൾ കണ്ണൂർ ടൗണിനകത്ത് മാത്രം ഏകദേശം 10 കോടി രൂപയുടെ പൂക്കൾ വിൽപ്പന നടത്തുന്നുണ്ടെന്നൊരു അറിവിൻ്റെ വെളിച്ചത്തിലാണ് ഈ പൂക്കൃഷിയുടെ പ്രോത്സാഹന പദ്ധതിയായിട്ട് നമ്മൾ മുന്നോട്ട് വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൃഷിക്കാരെ കൊണ്ട് പൂക്കൃഷി ചെയ്യിപ്പിച്ചു. അപ്പോൾ അവരുടെ പൂക്കൾക്കൊരു വിപണനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു FPOയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്
കണ്ണൂർ ജില്ലയിലുള്ള പൊതുസമൂഹം നമ്മളെ അറിയണം, ഞങ്ങളിത് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ബിസിനസ് കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സൗജന്യമായിട്ടുള്ള ആളുകളെ മുഴുവൻ ഈ ഒരു മേള കാണാൻ ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു വിപണന മേള നമ്മൾ നടത്തുന്നത്. കണ്ണൂർ ഫ്ലവർ ഫെസ്റ്റ് എന്നുള്ള പേരിൽ ഇത് ഞങ്ങളുടെ ഒരു ബ്രാൻഡായിട്ട് മാറണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഇതുവഴി ഞങ്ങൾക്ക് കൂടുതൽ ഫ്ലവർ അറേഞ്ച്മെൻറ്റിനുള്ള ഓർഡറുകൾ, അതുപോലെ ഗാർഡൻ മേക്കിങ്ങിനുള്ള ഓർഡറുകൾ, അതുപോലെ മറ്റുള്ള നഴ്സറികളിലെ ചെടികൾക്കുള്ള ഓർഡറുകൾ ഇതെല്ലാം കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ മെമ്പർമാർക്ക് ഒരു വരുമാനം ഉണ്ടാവും, അവരുടെ പൂക്കളിൽ നിന്നുള്ള വിൽപ്പനയിലൂടെ ഉണ്ടാകുന്ന വരുമാനം, അതോടൊപ്പം തന്നെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതിനുള്ള ആ വേതനം, കൂലി എന്നുള്ള രീതിയിൽ ഒരു വരുമാനം കിട്ടും എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അതിനുള്ളൊരു ആദ്യത്തെ ചവിട്ടുപടിയാണ് ഈ ഒരു കണ്ണൂർ ഫ്ലവർ ഫെസ്റ്റ്. ഇതിൻ്റെ അകത്ത് പിന്നെ കൂടുതൽ മെമ്പർമാരെ പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇതുകൊണ്ട് ഇനി? തീർച്ചയായും. കാരണം നമ്മൾ കണ്ണൂർ ജില്ലയിൽ ഒറ്റപ്പെട്ടിട്ട് ഒരേ ആളുകൾ കൃഷി ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം. അപ്പം അവരെല്ലാം ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പൂ കൃഷി ചെയ്ത് എല്ലാവരും വേസ്റ്റായി പോവുക ചെയ്യുന്നത്. ആ പൂക്കളെ നമ്മളൊരു പൈസയാക്കിയിട്ട് മാറ്റുന്ന സംവിധാനമല്ലേ, എല്ലാവരും ഏകീകരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇത് ഞങ്ങൾ പ്രാദേശികമായിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഫാർമർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ എന്ന് പറയും. ഓരോരോ പ്രദേശത്തും അത്തരത്തിലുള്ള ഗ്രൂപ്പുകളായ ആ ഗ്രൂപ്പുകൾക്കാണ് നമ്മൾ ഈ FPO, ഈ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനിലേക്ക് ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2000 രൂപയാണ് ഷെയർ. പക്ഷേ അതൊരു വലിയ തുകയൊന്നുമല്ല. കാരണം ഞങ്ങളിപ്പോൾ 2000 രൂപ ഷെയർ എടുത്ത ആളുകൾക്ക് ഒരു 600 രൂപയോളം ലാഭവിഹിതം ഇതിനോടൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പം അതൊരു നല്ല പ്രോമിസിംഗ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ കൂടുതൽ ആളുകളെ തീർച്ചയായിട്ടും ഞങ്ങൾ കൂട്ടിച്ചേർത്ത് ഇത് വിപുലീകരിക്കുന്ന ഒരു പ്രവർത്തനം എന്താണെങ്കിലും ഉണ്ടാകും. നമ്മളിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേരണം, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ കൂടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് അവർ ചെയ്യേണ്ടത്? ഞങ്ങളത് നമുക്ക് ഈ ഇതിൻ്റെ സ്റ്റാളിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന ആളുകൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ബ്ലോക്കിലും ഇതിനുള്ള ഒരാൾക്ക് ചാർജ് കൊടുത്തിട്ട് അവരുടെ നമ്പർ കൊടുക്കും. അപ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഈ FIG ഫോർമേഷൻ്റെ പ്രൊസീജിയർ എന്താണെന്നുള്ള കാര്യമൊക്കെ അവർ പറയും. ഇനി നമ്മൾ സ്റ്റാളിലുള്ള നമ്മളിപ്പോൾ വരുന്ന സമയത്ത് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളത് പറഞ്ഞു കൊടുക്കും. ഇനി മാഷ് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ അതിനെപ്പറ്റി? തീർച്ചയായിട്ടും. പുഷ്പ കർഷകർക്കുള്ള ഒരു FPO സംസ്ഥാനത്ത് ആദ്യമായിട്ട് രൂപീകരിക്കപ്പെട്ടത് ഞങ്ങളുടെ നേതൃത്വത്തിലാണ്. കണ്ണൂർ ഫ്ലവർ ഫാമേഴ്സ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു FPO കണ്ണൂർ ഫ്ലവർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്ന ഈ സംഘടനയാണ്. ഈ സംഘടനയുടെ ബേസ് ഇത് ജില്ലാ തലത്തിലുള്ള ഞങ്ങളുടെ മെയിൻ ബോഡിയാണ്. ഇതിൻ്റെ ഏറ്റവും താഴെയുള്ള ബോഡി എന്ന് പറയുന്നത് FIG, ഫാർമർ ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ് എന്ന FIGകളാണ്. അത് നമുക്ക് പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ കൃഷിഭവൻ തലത്തിലൊക്കെ നമുക്ക് രൂപീകരിക്കാം. 5 മുതൽ 15 വരെ അംഗങ്ങളാണ് ഓരോ FIGയിലുണ്ടാകുന്നത്. ഒരംഗം 2000 രൂപ ഷെയർ എന്ന രീതിയിലാണ് നമ്മളിത് എടുക്കുക. ഇതാണ് അതിൻ്റെ ഫോർമേഷൻ. നമുക്ക് നാട്ടിൽ നിങ്ങൾക്ക് പൂക്കൃഷി താല്പര്യമുള്ള പൂക്കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ അംഗത്തിൽ ഇത് പൂർണ്ണമായിട്ടും പൂക്കൃഷിയാണ് ഉദ്ദേശിക്കുന്നത്. ചെടികൾ നട്ട് ചെടികൾ വിൽക്കുന്ന നഴ്സറി വ്യാപാരി ഇതിൽ ഉൾപ്പെടുന്നില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ധാരാളമായി ചെടികൾ നടുക, പൂക്കൾക്ക് വിപണനം കണ്ടെത്തുക. അതിനാണ് ഈ FPO ശ്രമിക്കുന്നത്. പൂക്കൾക്ക് വിപണനം എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിൽ പൂക്കൾ വിൽക്കാം. അതുപോലെ തന്നെ നമുക്ക് കല്യാണത്തിലുള്ള അറേഞ്ച്മെൻറ്റുകൾ, ബർത്ത്ഡേക്കുള്ള അറേഞ്ച്മെൻറ്റുകൾ, എന്തിന് ഒരു മരണത്തിന് പോലും ധാരാളം പൂക്കൾ ആവശ്യമുണ്ട്. ഇതിനൊക്കെ വിപണനത്തിലേക്ക് എത്തിക്കണം. ഇവിടെ പലരും കാട്ടുപൂ എന്ന മാതിരി ഓരോരോ വീട്ടിലും വിരിഞ്ഞ് കൊഴിഞ്ഞു പോകുന്ന ധാരാളം പൂക്കളുണ്ട്. ഈ പൂക്കളൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റണം. ഈ രീതിയിലേക്കുള്ളൊരു പുതിയ വ്യവസായ സംരംഭമായിട്ട് ഈ പ്രസ്ഥാനത്തെ മാറ്റണം. വിദേശ രാജ്യങ്ങളിൽ ധാരാളം വൻ സംരംഭങ്ങൾ ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്കറിയാം, അന്യ സംസ്ഥാനങ്ങൾ നമുക്ക് പൂക്കൾ വരാറുണ്ട് നമ്മുടെ ആവശ്യത്തിന്. ഇത് മാറി നമ്മൾ സ്വാശ്രയം ഉണ്ടാവണം. ആ ഒരു കാഴ്ചപ്പാട് കൂടിയാണ് ഈ ഒരു സംശയമുണ്ട് മാഷ് പറഞ്ഞത്. ഈ നഴ്സറിക്കാരകത്ത് ഇൻവോൾവ് ചെയ്യിക്കൂല എന്ന് പറഞ്ഞതിന്റെ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെയല്ല. അതായത് ചെടികൾ വിൽപ്പന അല്ല ഉദ്ദേശിച്ചത്. അതാണ് സാധാരണ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് വരൂലേ. അതായത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പൂക്കളാണ് ഞങ്ങൾ വ്യാപാരം, പൂക്കൾ വ്യാപാരമാണ് നടത്തുന്നത്. അപ്പോൾ അണ്ടിയാണോ ആദ്യം ഉണ്ടായത്, മാങ്ങയാണോ ആദ്യം ഉണ്ടായി, ചെടി ഇല്ലാണ്ട് പൂക്കൾ ഉണ്ടാവുക, ചെടി വിൽക്കാണ്ടെങ്കിൽ അങ്ങനെ ചോദ്യം. അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ ആവശ്യമില്ല. ചെടികളുടെ വ്യാപാരത്തിലല്ല ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, പൂക്കളുടെ വ്യാപാരത്തിലാണ്. അപ്പോൾ ധാരാളം പൂക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ ധാരാളം ചെടികൾ വേണം. അപ്പോൾ അന്നേരം നമുക്ക് ധാരാളം ചെടികൾ വാങ്ങേണ്ടി വരും. അപ്പോൾ ചെടി വാങ്ങേണ്ടിക്ക് ചെടി കിട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, അത്ര ഉദ്ദേശിച്ചു. ചെടികളുടെ വിൽപ്പനയല്ല ഉദ്ദേശം മേഡം, നമ്മൾ പൂക്കളുടെ വ്യാപാരമാണ് ഉദ്ദേശം പ്രധാനം. അതിനുവേണ്ടി ഇതും കൂടി നടക്കും. അപ്പോൾ അത്തരത്തിലുള്ള രൂപീകരിക്കപ്പെട്ട പ്രഥമ FPO ആണ് KFFPO എന്ന പേര്. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പരമാവധി ആളുകൾ ഈ വിവരം അറിയട്ടെ. അതുകൊണ്ടാണ് കണ്ണൂരിൽ ഞങ്ങൾ പ്രവേശന ഫീസ് ഇല്ലാതെ തന്നെ ഈ മേള നടത്തുന്നത്. നിങ്ങൾ കണ്ടല്ലോ, വളരെ നല്ല പ്രതികരണം നാട്ടുകാരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്.
നേരത്തെ കളക്ടറൊക്കെ വന്നപ്പോൾ അവരൊക്കെ അത് വളരെ വളരെ കൗതുകത്തോടെയാണ് ഈ വാർത്ത ശ്രമിച്ചത്. തീർച്ചയായിട്ടും ഇനിയും വളരെ ഉയരങ്ങളിലേക്ക് എത്തുന്ന കളക്ടറിനെ നമ്മൾ അനുഗ്രഹിച്ചിട്ടാണ് പോയത്. തുടക്കമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പിന്നെ കൃഷി വകുപ്പിൽ നിന്ന് വർഷങ്ങളോളം നിരവധി പദ്ധതികൾ കർഷകർക്ക് വേണ്ടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു ഓഫീസറാണ് നമ്മളിപ്പോൾ. ജില്ലയിൽ വളരെ ഉന്നത നിലയിൽ പിരിഞ്ഞതാണ്. ഉന്നത നിലയിൽ പിരിഞ്ഞ ഓഫീസർമാരൊക്കെ പിരിഞ്ഞാൽ നമ്മൾ പൊതുമാധ്യമത്തെ കാണാറില്ല. പക്ഷെ താൻ തൻ്റെ ജീവിതകാലത്ത് ചെയ്തിരിക്കുന്ന അപ്പോൾ താൻ തൻ്റെ സർവീസ് കാലത്ത് ചെയ്തിരിക്കുന്ന ജോലി അതുപോലെ തന്നെ വിരമിച്ചതിന് ശേഷം അവർ തുടരുകയാണ്. അവരുടെ സർവീസ് കാലത്ത് കർഷകരോടും ഈ മേഖലയിലെ ആളുകളോട് ഏത് രീതിയിൽ ഇടപെട്ടും അവർക്ക് എന്തൊക്കെ സഹായം ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിന് അവരുടെ കയ്യിൽ നിന്ന് ഈ സഹായങ്ങൾ കിട്ടിയവരൊക്കെ ഇപ്പോൾ മാഡം ഞങ്ങളുടെ കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് ഈ നേതൃത്വം നൽകുന്നത്. മുമ്പ് ജില്ലയിലെ കൃഷി പ്രവർത്തനങ്ങൾക്ക് സർക്കാരിൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർ തന്നെ ഇപ്പോൾ ജനകീയമായി നമ്മൾ കൂടെ. അത് ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട കരുത്താണ്. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ ഇവരെ കൂടി ഉണ്ടാകുമ്പോൾ ഇവരൊരിക്കലും തോറ്റുപോയില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇത്രയും പിന്നാമ്പുറത്ത് ഇത്രയും ശക്തമായ കൈകൾ ഉള്ളതുകൊണ്ടാണ് തുടങ്ങിയിട്ട് 4 മാസമായിട്ടില്ലൊന്നും അറിയാൻ പറ്റി. ആ 4 മാസം കൊണ്ട് ഇങ്ങനെ ഒരു പുഷ്പമേള സംഘടിപ്പിക്കണമെങ്കിൽ ചെറിയൊരു കാര്യമല്ല, അത് വലിയൊരു കാര്യമാണ്. തീർച്ചയായും മാഡം വലിയ മേളകൾ സർക്കാരിൻ്റെ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ വളരെ കഴിവുള്ള ആളാണ്. പിന്നെ നാട്ടിലുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് ഞങ്ങൾ ഇതിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 17 അംഗ എക്സിക്യൂട്ടീവാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. 17 അംഗ എക്സിക്യൂട്ടീവാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ചങ്ങായിമാരെ, വേറൊരു വലിയൊരു കാര്യമുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ വർഷത്തിൽ 2 പ്രാവശ്യം ഉണ്ടാവില്ല പക്ഷേ ഫ്ലവർ ഷോ എല്ലാ വർഷവും നടക്കുന്ന വലിയ എല്ലാ വർഷവും ഒരു പ്രാവശ്യം ഫ്ലവർ ഷോ ഉണ്ടാകുന്നുണ്ട്. ആ എല്ലാ വർഷവും നമ്മളെ സുകുമാരേട്ടൻ നമ്മളെ ചാനൽ വഴി നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അരക്ക് താഴോട്ട് ചലനശേഷി നഷ്ടപ്പെട്ട ഒരു ആളാണ്. പക്ഷേ ചലനശേഷി ശരീരത്തിന് മാത്രമേ നഷ്ടപ്പെടുത്താൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് മനസ്സിൽ നിന്നും നല്ല കരുത്തായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് സ്വന്തമായി ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പല പ്രാവശ്യം ഈ പുഷ്പമേള നടത്തുന്ന അവരെ സമീപിച്ചിട്ടും അവർക്ക് ഒരു ടേബിൾ ഇടാൻ വേണ്ടി ഒരു സൗകര്യം ചെയ്തു കൊടുത്തില്ല. പക്ഷെ നമ്മളൊരു കൃഷി ഗ്രൂപ്പിൽ വന്നിട്ട് ഇവരൊരു കട്ടൗട്ട് കണ്ടിട്ട് ഞാൻ മാഷ് സമീപിച്ചു. മാഷ് നമ്മളെല്ലാവരും കൂടി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിച്ച് സുകുമാരേട്ടന് ഇവിടെ ഒരു ടേബിളും മാത്രമല്ല നല്ലൊരു വിശാലമായ സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും സൗജന്യമായിട്ട്. അതിന് മാഷോട് തീരാ നന്ദിയുണ്ട്. മാഷോട് മാത്രമല്ല നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും. ഇത് നമ്മുടെ സഹജീവികളെയും ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞ ഒരു കാര്യം വലിയൊരു കാര്യമാണ്. ഇനി മാഷ് എന്നാ അതിന് പറയാനുള്ളതെന്ന് പറഞ്ഞു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ചാരിറ്റി നമ്മുടെ ഇതാണ്. അപ്പോൾ നമ്മളെല്ലാം കാർഷിക മനസ്സുള്ളവരാണ്. കാർഷിക മനസ്സെന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചേർത്ത് നിർത്തലാണ്. അതിൽ പേരില്ല. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാരുണ്ടോ അവരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും, അത് സഹായിക്കാം. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചു എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ കമ്മിറ്റി ഒറ്റയ്ക്കല്ല പറയാം, കമ്മിറ്റിയായിട്ട് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. കമ്മിറ്റി ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ ഭിന്നാഭിപ്രായം ഇല്ല. പിന്നെ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവരും സഹായിക്കാനാവില്ലല്ലോ എന്ന പ്രയാസം മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ പറ്റാവുന്ന കൈത്താങ്ങി ചെയ്യാം. നമുക്ക് ഇത്രയും സന്തോഷം തോന്നാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ചെയ്യാൻ ഒരു ദിവസം അവിടെ പോയിരുന്നു. അപ്പോൾ വളരെ സങ്കടത്തോടുകൂടി അദ്ദേഹം പറഞ്ഞത് ഫ്ലവർ ഷോക്ക് നമ്മൾ ഇതുവരെ ചോദിച്ചിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസ്ഥ അറിയില്ലേ, ഇത്രയും പൈസ അവർ പൈസ തന്നാൽ സ്ഥലം തരാമെന്നാണ് പറഞ്ഞത്, സൗജന്യമായിട്ട് തരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിത് ചോദിച്ചപ്പോൾ തന്നേരം നമുക്ക് മനസ്സിൽ എനിക്കിത് ഇത്രയുണ്ടെങ്കിലും അവർക്ക് നല്ലൊരു സന്തോഷം എന്നോട് അറിയിച്ചിരുന്നു. തീർച്ചയായിട്ടും അതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നന്ദി എന്തായാലും പറയേണ്ടതില്ല. അത് നമ്മുടെ എല്ലാവരും പൊതു മനസ്സാണ്. അപ്പോൾ അത് കളക്ടർ വന്നപ്പോൾ അവരെ നേരിട്ട് വിസിറ്റ് ചെയ്തു, അവരുടെ അടുത്ത് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചു. അതൊക്കെ അവർക്ക് വളരെ സന്തോഷമുണ്ടാവും. അത് നമ്മളെല്ലാവരും ഒരു പൊതു മനസ്സാണ്, പൊതു നന്മയാണെന്ന് മാത്രമാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങളൊരു വലിയ കാര്യം ചെയ്തിട്ട് വിചാരിക്കുന്നില്ല, ചെറിയൊരു കാര്യം. അങ്ങനെ പലരും അർഹിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നമുക്ക് സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ പറ്റാവുന്നത് ചെയ്യുന്നു അല്ലേ മാഡം? അതായത് പുഷ്പങ്ങളെ കുറിച്ചുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പല സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. റോസാപ്പൂവിൽ നിന്ന് ലഡു ഉണ്ടാക്കിയിട്ടുണ്ട്, ദുൽഖന്ത് എന്ന പേരിൽ. അങ്ങനെ ധാരാളം കാര്യം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ സുകുമാരേട്ടൻ പോലുള്ള ആളുകൾ ഞങ്ങൾ സമീപിച്ചേക്കാം ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്.
ചെയ്യാനുള്ളത്. പൂക്കളുടെ പറ്റിയിട്ട് ഉള്ള പരിപാടി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഇരുന്ന ഇരിപ്പിന് നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാം. അവരെ എന്ത് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. കാരണം ശരീരം മാത്രമേ തളർത്താൻ പറ്റിയിട്ടുള്ളൂ, മനസ്സിന്നും തളരാണ്ട്. അവരെ വൈഫ് എന്ന് പറഞ്ഞാൽ തലയിൽ 3 ബ്ലോക്കൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വേറെ ജോലിക്ക് പോകാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഇണയായി തുണയായി കൂടെ നിൽക്കണം എന്നല്ല പറയുന്നത്. എല്ലാ കാര്യത്തിനും അത്രയും ബാക്ക് സപ്പോർട്ടായിട്ട് വൈഫും ഉണ്ട്. അങ്ങനെ ഒരാളെ കിട്ടിയ തന്നെ വലിയ കാര്യം. പറ്റാവുന്ന ജോലി ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരെ സമീപിക്കാം. അപ്പൊ ഇരുന്ന ഇരിപ്പിൽ ചെയ്യാൻ പറ്റുന്ന ജോലി അവർക്ക് ചെയ്തോട്ടെ. അവർക്ക് അതൊരു അഭിമാനത്തോടെ ജീവിക്കാമല്ലോ. അതെ അതെ, അവര് അഭിമാനത്തോടെ ജീവിതമുണ്ട്, അല്ല നമ്മൾ യാചിച്ച് ജീവിതമുണ്ട്. ഗതി ഇല്ലെങ്കിൽ യാചിച്ചേ പറ്റും. പക്ഷെ അപ്പോഴും ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു അഭിമാനം അവർക്ക് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും, നമുക്കത് ചെയ്യാം. ഓക്കെ. അപ്പോൾ ചങ്ങായിമാരെ, ഈ ഒരു കൂട്ടായ്മ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യണം. വരാൻ പറ്റുന്നവരിവിടെ വന്ന് കാണണം. 2-ാം തീയതി വരെ അല്ലേ? ഡിസംബർ 2-ാം തീയതി വരെ ഉണ്ട്. അതിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, അതിനടക്കെങ്കിലും ചേർത്തോളാം. അതായത് ഇവിടെയുള്ള ചെടികളും ഭൂരിഭാഗവും ഈ കണ്ണൂർ ജില്ലയിലെ പുഷ്പ കർഷകർ അവരെ വീട്ടുമുറ്റത്തുണ്ടാക്കിയതാണ്. അതിന് വില നിശ്ചയിക്കുന്നത് അവരാണ്. സാധാരണ കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഇല്ല. കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് കർഷകൻ തന്നെ വില നിശ്ചയിക്കണം, എന്തെങ്കിലും ചൂഷണത്തിന് നമ്മൾ എന്ന് പറയാറുണ്ട്. ഇവിടെ അതിൽ ലാഭം ഉപഭോക്താക്കൾക്കുണ്ട്, നല്ല ലാഭമല്ലേ. അല്ല, ഇവിടെ സാധാരണ ഇടനിലക്കാരാണ് ലാഭം കൊണ്ടുവന്നത്. ഇവിടെ ഞങ്ങൾ അവർ ചെടി ഉണ്ടാക്കുന്നു, അതിന്റെ വില അവർ നിശ്ചയിക്കുന്നു, ഇവിടെ വെച്ചിട്ട് അത് വിൽക്കുന്നു. അപ്പോൾ മുഴുവൻ ലാഭം അവരിലേക്ക് അതിന് എത്തും. അല്ല, മുഴുവൻ ലാഭം അവരിലേക്ക് എത്തുന്നത്. അതുകൂടാതെ നമ്മൾ മേടിക്കാൻ പോകുന്നതായിരിക്കും ലാഭമാണല്ലോ. മേടിക്കാൻ പോകുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും വില കുറഞ്ഞിരിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരുന്ന ചെടികൾ അവിടുത്തെ മണ്ണ്, വളം, അത് വളർന്ന അന്തരീക്ഷമൊക്കെ ഇന്നലെ വരെ ബാംഗ്ലൂരിലും അതുപോലെ തന്നെ പൂനെയിലൊക്കെ വളർന്ന അന്തരീക്ഷം ഇന്ന് വന്നിട്ട് നമ്മുടെ കണ്ണൂരിലെ കുഗ്രാമത്തിലേക്ക് വരുന്നു. അപ്പോൾ മണ്ണും വളമൊക്കെ മാറുന്നു. ഇത് ഇല്ല, നമ്മൾ ഇവിടെ തന്നെ വളർന്നതാണ്. അതിൻ്റെ വളർച്ചയുടെ സ്വാഭാവിക തുടർച്ച ആ ചെടികൾക്ക് കിട്ടും. ഏറ്റവും നല്ല കാര്യമാണ്. അത് ഈ മേളയുടെ മറ്റൊരു ഹൈലൈറ്റാണ്. ഇവിടെ ഈ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ച അവരുടെ ചെടികൾ അവർ തന്നെയാണ് വിൽക്കുന്നത്. അവിടെ വേറെ സെയിൽസ് ഗേൾസ് ഇല്ല, ശമ്പളക്കാരും ഇല്ല. അവരുടെ ഉൽപ്പന്നം അവർ തന്നെ വിറ്റെടുക്കുന്നു. ഞങ്ങൾ അവർക്കൊരു വേദിയാകുന്നു. അതിൽ നിന്ന് ലാഭം ഉണ്ടായ ആ ലാഭം അവർക്ക് തന്നെ വീതിച്ചു കൊടുക്കുന്നു. ഞങ്ങൾ ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്തു. വെറും കോർഡിനേറ്റേഴ്സ്. ഇപ്പോൾ മാഡായാലും ഞങ്ങളുടെ സംഘാടക സമിതി ഇതിൻ്റെ ഒരു കോർഡിനേറ്റേഴ്സ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ഈ സെയിൽസ് ചെയ്യുന്നവരൊക്കെ മുഖം നോക്കണം. അവർ വളരെ ഹാപ്പിയാണ്. അവർ കൂലിപ്പണിക്കാരായിട്ടല്ല, മുതലാളിമാരായിട്ടാണ് ഓരോരുത്തരും പെരുമാറുന്നത്. അവരാ ഒരു സമീപനമാണ് നിങ്ങളൊക്കെ കാണുന്നതിന് മുന്നേ നമ്മൾ അവരോടൊക്കെ സംസാരിച്ചിട്ടാണ് മത്സരത്തേക്ക് എത്തിയത്. ഇപ്പോൾ ഫ്ലവർ അറേഞ്ച്മെന്റിന്റെ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബിസിനസ് വരാൻ പറ്റുന്നത്. അത് ഞങ്ങൾക്ക് മാക്സിമം കിട്ടണം. അതാണ് ഞങ്ങൾ കൂടുതൽ ഫ്ലവർ അറേഞ്ച്മെന്റിന് വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് നിരവധി കല്യാണങ്ങളുണ്ട്, അതുപോലെ തന്നെ നിരവധി ബർത്ത്ഡേ പാർട്ടികൾ, കുട്ടികളാണെങ്കിൽ പോലും ബർത്ത്ഡേ പാർട്ടി. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഒരു പരിചയക്കാരൻ്റെ ഒരു കല്യാണം, അല്ലെ ബന്ധത്തിലൊരു കല്യാണം, അപ്പോൾ നമ്മൾ ആരെ ബന്ധപ്പെടും? നിങ്ങൾ നേരിട്ട് ഞങ്ങളുടെ ഈ ഫോൺ നമ്പറിൽ ആര് ബന്ധപ്പെട്ടാലും മതി. അപ്പോൾ എന്താ ഇടനിലക്കാരനില്ലാത്ത അവരുടെ ഫ്ലവർ അറേഞ്ച്മെന്റ് ഞങ്ങൾ ചെയ്യും. ഇപ്പോൾ ഫ്ലവർ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ധാരാളം നിങ്ങൾക്ക് തന്നെ പ്ലാസ്റ്റിക് പൂക്കൾ വെച്ച് ചെയ്യുന്നത് ചെറിയ പൈസയ്ക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് ഞങ്ങൾക്കൊരു വെല്ലുവിളിയാണ് ശരിക്കും പറഞ്ഞാൽ. ചെറിയ പൈസയ്ക്ക് ഇത് ചെയ്യും. പക്ഷേ അത് എന്തായാലും പരിസ്ഥിതി വിരുദ്ധമാണ്, നമുക്ക് യോജിച്ചതല്ല. ഞങ്ങൾ ചെയ്യുന്നത് ഒറിജിനൽ ഫ്ലവേഴ്സ് മാത്രമേ. പരമാവധി നമ്മുടെ കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കുന്ന പൂക്കളും ഇലകളാണ് ഉപയോഗിക്കുക. തികയാതെ ഇപ്പോൾ ഞങ്ങൾ തുടക്കക്കാരാണല്ലോ, ആവശ്യത്തിന് തികയാതെ വരുന്ന പൂക്കൾ മാത്രം ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കും. ഞങ്ങൾ പൂക്കൾ ഉപയോഗിച്ച് മാത്രമേ ചെയ്യൂ. ഈ പൂക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചെയ്യുന്നത് ഞങ്ങളുടെ ഈ കർഷകർ തന്നെയാണ്. അപ്പോൾ അവിടെ ഈ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന വേതനം അവർക്ക് വേറെ കിട്ടും, അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൂവിന് വില അത് വേറെ കിട്ടും. രണ്ടാണ് അവരുടെ. അതിൽ ഞങ്ങൾ സന്തോഷമാണ്. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്നവർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ പരിധിയിലുണ്ടാകുന്ന ഫ്ലവർ അറേഞ്ച്മെൻറ്റ്, അത് കല്യാണത്തിനായാലും അതുപോലെ റിസപ്ഷനായാലും ബർത്ത്ഡേക്കായാലും ഇവർ മരണാനന്തര ചടങ്ങുകൾക്ക് പോലും ധാരാളം പൂക്കൾ ആവശ്യമുണ്ട്. ഒരു കോള് തന്നാൽ ഞങ്ങൾ അവിടെ സാധനം എത്തിച്ചു. വളരെ ന്യായമായൊരു തുക മാത്രമേ ഞങ്ങൾ അതിന് ചാർജ് ചെയ്യും. അപ്പോൾ മാഷ നമ്പറിൻ്റെ അകത്ത് കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ? തീർച്ചയായിട്ടും കൊടുക്കാം. അപ്പോൾ ചങ്ങായിമാരെ, ഇവരെ ഈ സംരംഭം വിജയിപ്പിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും നമ്മളെ കഴിയുന്ന സഹായം ചെയ്ത് കൊടുക്കണം. ഇനി ഡിസംബർ 2 വരെ ഈ പരിപാടി ഉണ്ട്. തികച്ചും സൗജന്യമാണ് പ്രവേശനം. എല്ലാം മറ്റുള്ള ഫ്ലവർ ഷോ പോലെയല്ല. വന്ന് കാണാം, സാധനങ്ങൾ വാങ്ങിക്കാം, എല്ലാം നിങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോവാം. അപ്പോൾ ഇവർക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. നിങ്ങളെപ്പോലുള്ള ആ ഒരു നല്ലൊരു ഉശിരുള്ള കൈകൾ പിന്നിലുള്ളപ്പോൾ ഇവരെന്തായാലും വിജയിച്ച് അടുത്ത വർഷം
ഈ ടൗൺ സ്ക്വയർ മൊത്തത്തിലുള്ള ഫ്ലവർ ഷോ നടത്താനുള്ള ഒരു ഇതാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളെ രണ്ടാളെയും കാണാൻ പറ്റിയതിൽ വലിയൊരു ഭാഗ്യമായിട്ട് വരുന്നത്, സംസാരിക്കാൻ പറ്റിയത് സന്തോഷം. താങ്ക് യു. കണ്ണൂർ ഫ്ലവർ ഫെസ്റ്റ് 2024 കണ്ണൂരിൽ ആദ്യമായി കർഷകർ നട്ടു വളർത്തി ആദ്യത്തെ പുഷ്പ ഫലവൃക്ഷ ഇത് ഗവൺമെന്റ് ഓതറൈസേഷൻ ഉള്ളതാണ്. തേന് വാങ്ങ ടേബിളിട്ടോ മാറ്റി ഇരുന്നോ നല്ല സ്ഥലം കിട്ടിയില്ല സാറേട്ടാ. ഫ്ലവർ ഫെസ്റ്റ് 2024 കണ്ണൂർ ഫ്ലവർ ഫെസ്റ്റ് 2024 ഉദ്ഘാടന സമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദി ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കലക്ടർ ശ്രീ അരുൺ കെ ബഷീർ IAS അവർ നിർവഹിക്കുന്നു. ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.
ഇത് ഗ്രാമറ്റോ ഫയൽ എന്ന് പറയും. എത്ര നാൾ നമുക്ക് ഇത് ഫ്ലവറിങ് കുറച്ച് ഓരോ സ്പീഷീസ്. കണ്ണൂർ ഫ്ലവർ ഫെസ്റ്റ് 2024 ഉദ്ഘാടന സമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദി. ഇതാണ് ജാൻവി അല്ലേ? ടോപ്പ് സിംഗറിൽ പങ്കെടുത്തില്ലേ? ഇപ്പൊ കഴിഞ്ഞോ പരിപാടി? കഴിഞ്ഞോ പരിപാടി? ഇപ്പൊ 5th സീസൺ നടന്നുകൊണ്ടിരിക്കുന്ന, ഞാൻ 4th സീസൺ അല്ലേ? ഇതാണ് നമ്മളെ രാജൻ മാഷ് മാഷോട് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ സമയമില്ല അല്ലേ? സമയത്തിന്റെ പ്രശ്നം. നേരത്തിന്റെ പേരെന്ന് പറയാം. ഇദ്ദേഹത്തിന്റെ പേര് പ്രദീപൻ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കണ്ണൂർ, കൊറ്റാളി സ്വദേശി. അത് ഓരോ കർഷകൻ്റെ പേരും അവരുടെ ഉത്തരത്തിൽ ഇത് ഞങ്ങൾ ആൾക്ക് സെയിൽ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ബില്ല് ചെയ്യുമ്പോൾ ഞങ്ങൾ ആളുടെ പേര് ഞങ്ങളുടെ ഇതിനകത്ത് എല്ലാ ജോലിക്കാരും ഇതൊക്കെ ഇത് കോമൺ ഞങ്ങൾ ഈ ഓർഗനൈസേഷൻ എനിക്ക് എത്ര വേണമെങ്കിലും അവരെടുക്കും. അത് ആളുകൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആളുകൾ ആളുകൾ റേറ്റ് ഫിക്സ് ചെയ്തിട്ട് എല്ലാം പേയ്മെന്റ് ആർക്ക് പോയത് സ്ഥലം എവിടെയാണ്? ഇതൊക്കെ ഞങ്ങൾ കർഷകരുടെ സാധ്യതകളാണ്. ഈ കുറ്റിക്കുടുമ്പളൊക്കെ ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് ശ്രീമതി അജിമോൾ അധ്യക്ഷത വഹിക്കുന്ന നല്ല ഉത്പാദനക്ഷമതയുള്ള ഫലവൃക്ഷങ്ങളുണ്ട്. അതിനെ പറ്റിയാൽ ക്രാഫ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ഇത് റിട്ടേൺ ചെയ്യുക. ഇത് ഞങ്ങൾ അല്ല ബാക്കിയുള്ള ഞങ്ങൾ പ്ലാൻ കർഷകരുടെ ഞങ്ങൾ പ്ലാൻ നെക്സ്റ്റ് അതിന് ഇതിന് തന്നെ ഇത് പരിശീലനം ഈ സാധനം ഞങ്ങളുടെ ഓരോ വർഷത്തിനിടയിൽ എല്ലാ സാധനങ്ങളല്ലാതെ മറ്റൊന്നും ഞങ്ങളിവിടെ വേറെ കൂടെ ആൾക്കാരുണ്ട്. സാധനങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആരെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാലും അമ്പർല സിറ്റി ചില സ്കൂളുകൾ ആ സമയത്താകുമ്പോൾ ചില പി ടി ഒക്കെ ചില അധ്യാപകർക്ക് ഇത് ചാലഞ്ച് കൊടുക്കും. നിങ്ങളുടെ ഭാഗമാണ് അല്ലെങ്കിൽ അല്ല ചാരിറ്റി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളതിന് ബന്ധപ്പെട്ടു. പിന്നെ ഇതിൻ്റെ മറ്റ് ഫീസ് തരാൻ ഇതെന്താ കാര്യമാട്ടെ നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണ്? സൗകര്യം ചെയ്തു നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി മുതലാണ് തുടങ്ങിയത്. സൊസൈറ്റി ആക്കിയിട്ട് ചെയ്തിരുന്നു രജിസ്റ്റർ ചെയ്തു. പിന്നീട് അത്
കണ്ണൂർ ഫ്ലവർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായും ഏറെ സവിശേഷതകളുള്ള ഒരു വേദിയാണ് ഇത്. ഈ വേദിയിൽ ഇങ്ങനെ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്തെന്നല്ലാത്ത ഒരു ചാരിതാർത്ഥ്യമുണ്ട്. എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ ആദ്യമായി എൻട്രി ഫീ ഇല്ലാതെ ഒരു ഫ്ലവർ ഷോ നടക്കാറ്. വർഷങ്ങളായി കണ്ണൂരിൽ പുഷ്പോത്സവം നടക്കാറുണ്ട്. ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്നവരാണ് കണ്ണൂർക്കാരെന്ന് വലിയ ഖ്യാതി നമുക്കുണ്ട്. വർഷങ്ങളായി നടത്തിവരുന്ന ഏത് പതിവ് പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത, ഇവിടെ ഈ പുഷ്പോത്സവത്തിൽ പങ്കെടുത്തിരിക്കുന്ന പൂച്ചെടികൾ വിൽക്കാൻ തയ്യാറായി എത്തിയിരിക്കുന്നത് മുഴുവനും പുഷ്പ കർഷകരാണ് എന്നുള്ളത്. താൻ നട്ടു വളർത്തിയിരിക്കുന്ന പരിപാലിച്ചിരിക്കുന്ന ചെടികളെ അവർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് വിൽക്കാനുള്ള ഒരു അവസരം കൂടിയാണ് പുഷ്പോത്സവമായി നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിനകത്തൊക്കെ അപ്പുറത്ത് ഒരു കാര്യം കൂടി പറയാതെ ഞാൻ തീർച്ചയായിട്ടും സ്വാഗത ഭാഷ ഉപയോഗിക്കില്ല. ബഹുമാന്യനായ കലക്ടറുടെ തിരക്ക് അറിയാവുന്നതാണ്. എങ്കിലും ഒരു സവിശേഷത പറയാതെ ഈ സ്വാഗതം പറയാൻ എനിക്ക് സാധ്യമല്ല. അത് തന്നെയാണ് കലക്ടറുടെ കൂടി ശ്രദ്ധയിൽപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണ ചെറുപ്പക്കാർക്കൊക്കെ ജോലി കിട്ടാൻ വലിയ പാടാണ്. ജോലി കിട്ടിയാൽ പിന്നെ ബാക്കി കഴിഞ്ഞു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ജോലി കിട്ടിയാൽ തന്റെ സർവീസ് കാലം പിന്നീട് പറയുന്നത് നമ്മുടെ ശമ്പളവും എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടിയാലും നമ്മൾ പറയുന്നത് സർവീസ് കാലം എന്നാണ്. സർവീസിൽ നമ്മൾ ആവശ്യത്തിലധികം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും കഴിയുന്ന സർവീസ് കാലം കഴിഞ്ഞാൽ പിന്നെ പെൻഷനാണ്, റിട്ടയർ, വിശ്രമം എന്ന് പറയും. സർക്കാർ ഉദ്യോഗസ്ഥര് റിട്ടയർ ആയാൽ പിന്നെ വീട്ടിലാണ്. നമ്മുടെ വില്ലേജ് ഓഫീസർമാര്, പോലീസുകാർ തുടങ്ങി ഓഫീസർ റാങ്കിലേക്ക് വരുന്ന പലരും റിട്ടയർ ചെയ്താൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാറില്ല. ചിലപ്പോൾ അല്ലെങ്കിൽ അവർ പുറത്തിറങ്ങാറില്ല. പലരും തന്റെ സർവീസ് കാലത്ത് താൻ ചെയ്ത സേവനത്തിന്റെ ബലിയാടുകളായി അല്ലെങ്കിൽ ശത്രുക്കളായി നമ്മളെ കാത്തിരിക്കുന്നു പുറത്ത്. ഇവിടെ കണ്ണൂർ ജില്ലയിലെ വളരെ സുപ്രധാന സ്ഥാനത്തുള്ള കൃഷി വകുപ്പിന്റെ വളരെ സുപ്രധാന തസ്തികയിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുന്ന ശ്രീമതി അഞ്ജുമോൾ മാഡമാണ് നമ്മുടെ സംഘടനയുടെ അധ്യക്ഷയായി നമ്മുടെ വേദിയിലിരിക്കുന്നത്. അവര് റിട്ടയർ ചെയ്ത് പിറ്റേ ദിവസം തൊട്ട് തന്നെ നമ്മളെ കൂടെയുണ്ട്. സാധാരണ മറ്റു ഓഫീസർമാർ ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി താൻ സേവനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പലരും കാത്തിരിക്കുന്നുണ്ട്. നീ അന്ന് എന്നെ അങ്ങനെ ചെയ്തു, എന്നെ ഇങ്ങനെ ചെയ്തു, അന്ന് എന്നെ കഷ്ടപ്പെടുത്തി, എന്നെ പീഡിപ്പിച്ചു എന്ന രീതിയിൽ കാത്തിരിക്കുമ്പോൾ ആ ഗണത്തിൽ തന്നെ പെടാവുന്ന ഒരു ഓഫീസർ, വലിയ ഓഫീസറായി റിട്ടയർ ചെയ്തിരിക്കുന്ന ശ്രീമതി അഞ്ജുമോൾ മാഡം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. സർക്കാർ പദ്ധതികൾ, സർക്കാർ പണം വിനിയോഗിക്കുന്നതിന് വേണ്ടി അവർ ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതികൾ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ജില്ലയിലെമ്പാടും വിതരണം ചെയ്ത് അത് നടപ്പാക്കിയിട്ടുണ്ട്. ഈ നടപ്പാക്കിയ പദ്ധതികളൊക്കെയും സർക്കാർ പദ്ധതി അങ്ങ് നടക്കട്ടെ എന്ന രീതിയിലല്ല അവർ നടപ്പാക്കിയത്, അവരുടെ സ്വന്തം പദ്ധതിയായിട്ടാണ്. ഹോർട്ടിക്കൾച്ചർ DDH ആയി സേവനമനുഷ്ഠിക്കുന്ന തൊട്ടാണ് എനിക്ക് അവരെ പരിചയം. അതുകൊണ്ട് ലോറി വില്ലേജ് കണ്ണൂർ എന്ന സർക്കാർ പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു, ഒരു ലക്ഷ്യം, അതിനകത്തൊരു പോയിന്റ് ആയിരുന്നു ഈ സൊസൈറ്റി തന്റെ കർഷകർക്ക് വേണം. സാധാരണ മാർച്ച് 31 പദ്ധതി, ഏത് പദ്ധതിയായാലും കാലഹരണപ്പെടും. ഈ പദ്ധതി കാലഹരണപ്പെട്ടാലും പദ്ധതിയുടെ ഗുണഭോക്താക്കളെ എല്ലാവരെയും അംഗങ്ങളാക്കിക്കൊണ്ട് ഈ പദ്ധതിയിലെ ഗുണം ലഭിച്ചിരിക്കുന്ന ആളുകൾക്ക് വീണ്ടും തുടർ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി ഒരു സംഘടന, അങ്ങനെ രൂപീകൃതമായ ഒരു രജിസ്ട്രേഡ് സംഘടന, അതിന്റെ ഭാഗമാണ് ഇപ്പൊ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്ന കണ്ണൂർ ഫ്ലവർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ KFFPO എന്ന സംഘടന.
ആ സംഘടനയുടെ പ്രസിഡന്റാണ് ശ്രീമതി അജ്മൽ മാഡം എന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിക്കുന്നു. കണ്ണൂരിലെ കളക്ടർമാരുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്ന ജനകീയനായ കളക്ടർ ശ്രീ അരുൺ കെ വിജയൻ IAS നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. തിരക്കുകൾ ഏറെ അദ്ദേഹത്തിന് ഉണ്ട്. ഇതിനിടയിൽ ഈ സമയത്ത് നമ്മളിവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തെ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി KFPന് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നു. തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾ, ആ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല അല്ലേ, ഇത്ര 8ാം ക്ലാസ് ആയിരുന്നു. പക്ഷെ ജാൻവി മത്സരത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അവര് ഫ്ലവേഴ്സ് TV-യിലും ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറിലും ഒക്കെ മിടുക്കിയായി അറിയപ്പെടുന്നതാണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറില് അതിന്റെ 4ാമത്തെ സീസൺ 4-ന് മിടുക്കിയായി പാട്ടുപാടിയാണ്. ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറിലെ ജൂനിയർ 3-ന് മിടുക്കിയായി പാട്ടുപാടിയാണ് നമ്മുടെ കൂടെയുണ്ട്. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി എന്ന് പറയാം. ഈ കൊച്ചു മിടുക്കിയാണ്. ഈ കൊച്ചു മിടുക്കിയെ സ്നേഹപൂർവ്വം സ്വാഗതം. ആശംസ അർപ്പിച്ചുകൊണ്ട് ശ്രീ സുരേഷ് ബാബു ഇളയാവൂർ സാർ, അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. കാത്തിരുന്നു വിഷമി എന്നതിനെ പറയാം. ചായ കഴിച്ച് തിരിച്ചെത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെയും വളരെ സ്നേഹാദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആശംസ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന മറ്റൊരു വിശിഷ്ടാതിഥി ശ്രീ MN പ്രദീപൻ സാറാണ്. കണ്ണൂരിലെ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ, ജില്ലയിലെ ഏറ്റവും മുതിർന്ന കാർഷിക ഓഫീസർ. അദ്ദേഹം വളരെ നേരത്തെ തന്നെ എത്തി നമ്മുടെ സ്റ്റോളുകളൊക്കെ കണ്ടു, കർഷകരൊക്കെ വളരെ അദ്ദേഹം പരിചയപ്പെട്ടു. അദ്ദേഹത്തെ വളരെ ഹൃദ്യമായി ഈ സംഘടനയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. വളരെ വേഗത്തിൽ ഈ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് സമാപിക്കും. ഉദ്ഘാടന ചടങ്ങിന്റെ ഔപചാരികമായ നന്ദി പ്രകാശിപ്പിക്കുന്നത് ഈ സംഘടനയുടെ വളരെ എന്താ പറയുക ജീവത്തായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഇതിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ അനീഷ് കുമാർ MK ആണ്. അനീഷിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവരൊക്കെ കോർഡിനേറ്ററായി ശബ്ദം നൽകിക്കൊണ്ട് ഈ പരിപാടികളെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ജ്യോതിന്ദ്ര മാഷ് തൊട്ടുപുറകിലുണ്ട്. അദ്ദേഹത്തെയും ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗ നടപടികൾ നിയന്ത്രിച്ച ഈ ഉദ്ഘാടന സമ്മേളനം ധന്യമാക്കുന്നതിന് വേണ്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീമതി അജ്മൽ മാഡത്തെ ക്ഷണിക്കുന്നു. താങ്ക് യു. അധ്യക്ഷ ഭാഷണം ശ്രീമതി അജ്മൽ KFPO പ്രസിഡന്റ്. ബഹുമാനായ നമ്മുടെ കണ്ണൂർ ജില്ലാ കളക്ടർ ശ്രീ അരുൺ കെ വിജയൻ IAS അവരുടെ, കണ്ണൂർ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ശ്രീ MN പ്രദീപൻ അവരുടെ, നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കുമാരി ജാൻവി വത്സരാജ്, ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ സുരേഷ് ബാബു ഇളയാവൂർ, ജ്യോതിന്ദ്ര മാഷ്, നമ്മുടെ KFPO സെക്രട്ടറി അനീഷ്, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ ഭൂകർഷകരുടെ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനാണ് കണ്ണൂർ ഫ്ലവർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. ഏതാണ്ട് 4 മാസത്തോളം മുൻപെയാണ് ഇതിന്റെ ഉദ്ഘാടനം, നമ്മൾ രജിസ്ട്രേഷൻ നടന്നിട്ടുള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു കർഷകരുടെ കൂട്ടായ്മ രൂപീകരിച്ചതിന്റെ പ്രധാന ഉദ്ദേശം, നമ്മൾ കർഷകരുണ്ടാക്കുന്ന അവരിപ്പോൾ വിവിധ പദ്ധതികളിൽ പൂക്കൃഷി തുടങ്ങിയിട്ടുള്ള ധാരാളം കർഷകരുണ്ട്. ആ കർഷകരെ ഒരുമിപ്പിക്കുക വഴി
ഈ കണ്ണൂർ ജില്ലയിൽ കിട്ടുന്ന പൂക്കൃഷിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ പൂക്കൾക്ക് കിട്ടുന്ന വിപണന സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഇതിന് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കണ്ണൂർ ഫ്ലവർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഇത്തരത്തിൽ കണ്ണൂർ ജില്ലയിലെ വിവിധ ചടങ്ങുകളിൽ ആവശ്യമായ പൂക്കൃഷി പുഷ്പാലങ്കാര പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം, അതുപോലെ നമ്മുടെ മാന്യമായിട്ടുള്ള FIG മെമ്പർമാർ ഗാർഡനിങ് പൂന്തോട്ട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം, നമ്മുടെ മെമ്പർമാർ ധാരാളം പൂച്ചെടികളുടെ തൈകളും വിത്തുകളും അവരുടെ വീടുകളിൽ തയ്യാറാക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ കണ്ണൂർ ജില്ലയിലെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ഫ്ലവർ ഫെസ്റ്റ്, കണ്ണൂർ ഫ്ലവർ ഫെസ്റ്റ് എന്നുള്ള പേരിലൂടെ നടത്തുന്നത്. നമ്മൾ തികച്ചും സൗജന്യമായിട്ടാണ് ഇതിന്റെ നമ്മൾ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പരമാവധി ആളുകൾ നമ്മുടെ ഈ ഷോ കാണാൻ എത്തിച്ചേരണമെന്നും അതുവഴി ഭാവിയിൽ നമ്മുടെ കർഷകർക്ക് കൂടുതൽ നമ്മൾ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്ന സംരംഭങ്ങളിൽ കൂടുതൽ തൊഴിൽ സാധ്യത അവർക്കുണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, എല്ലാവരുടെയും വീടുകളിൽ പൂക്കൾ ഉണ്ടാകും, അത് പൂ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു, അടുത്ത പൂക്കൾ വരുന്നു പൊഴിഞ്ഞു പോകുന്നു. പക്ഷെ അത് പൈസ മുടക്കി വാങ്ങിയ കൃഷിക്കാരനോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കോ അതുകൊണ്ട് യാതൊരു സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള പൂക്കൾ സമാഹരിച്ചുകൊണ്ട് വിവിധ പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലവർ അറേഞ്ച്മെന്റ്, നമുക്കറിയാം എന്ത് പരിപാടിക്കും പൂക്കളില്ലാത്ത കാര്യമില്ല. നമ്മളിപ്പോ കല്യാണമാണെങ്കിലും മരണാനന്തര ചടങ്ങുകളിൽ പോലും ധാരാളം പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തി നമ്മുടെ കർഷകർക്ക് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളിതിന്റെ ഈ ഒരു പരിപാടിയിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമുക്കുടെ മുന്നിലുള്ളതായിട്ടുള്ള ഒരു ബൃഹത്തായ ഒരു സംരംഭം വരാൻ വേണ്ടി പോകുന്ന സംരംഭങ്ങളുടെ തുടക്കമായി മാറാൻ പോകുന്ന ഈ ഒരു ഫ്ലവർ ഷോയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ അരുൺ കെ വിജയൻ IAS ആളുകളെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഉദ്ഘാടന സമ്മേളനം നമ്മുടെ കണ്ണൂരിന്റെ പ്രിയങ്കരനായ കളക്ടർ, കണ്ണൂരിന്റെ സൗമ്യ സാന്നിധ്യം ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഏറെ ആദരവോടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ അരുൺ കെ വിജയൻ IAS. യോഗത്തിന്റെ അധ്യക്ഷ ഫാമർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീമതി EK വിജയമോൾ, ഇന്ത്യയിലുള്ള പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ, അതുപോലെ FPO വൈസ് പ്രസിഡന്റ് ശ്രീ K രാജൻ, സെക്രട്ടറി ശ്രീ അനീഷ് കുമാർ, അതുപോലെ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് കുമാരി ജാൻവി വത്സരാജ്, ഇവിടെ സദസ്സിലും വിവിധ സദസ്സിലുമായിട്ടുള്ള പ്രിയപ്പെട്ടവർ. അധ്യക്ഷ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു തുടക്കം മാത്രമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അധ്യക്ഷ അവസാനിപ്പിച്ചത്. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ തുടങ്ങിയിട്ട് 4 മാസങ്ങളായിട്ട് അതിനുള്ളിൽ തന്നെ വളരെ വിജയകരമായിട്ട് പുറത്തുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നതിനൊപ്പം ഇതേപോലെ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഇതിന് മാർക്കറ്റിംഗിനുള്ള പബ്ലിസിറ്റി രീതിയിൽ കൂടിയാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാം നടത്തുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിൽ ഇതിനേക്കാളും മികച്ച രീതിയിലും ഇതിനേക്കാൾ വലിയ രീതിയിലും ഫ്ലവർ ഷോകളും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കൾട്ടിവേഷൻ ജനങ്ങൾക്ക് പരിചയപ്പെടുന്ന രീതിയിലുള്ള ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്താൻ ഓർഗനൈസേഷന് സാധിക്കട്ടെ എന്നാണ് ആശംസിക്കുക. അതുകൊണ്ടാണ് സന്തോഷം. ഇവിടെ സ്വാഗത പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ മാഡം ഒരു റിട്ടയർഡായിട്ടുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡായിട്ടുള്ള ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ റിട്ടയർമെന്റിന് ശേഷം പൊതുവെ നമ്മൾ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിലേക്ക് മാറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനൊരു മാതൃകയായി ഈ ഒരു സംരംഭത്തെ ലീഡ് ചെയ്യുന്ന വ്യക്തിത്വമാണ് നമ്മൾ അധ്യക്ഷനായിട്ടുള്ളത്. അതിനേക്കാളുള്ള സന്തോഷം വേദി സദസ്സിലുള്ളവരും കൂടുതൽ പേരും മുതിർന്നു മാറുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്കാണ് ഈ രീതിയിലുള്ള പ്രവർത്തനം ഇനി താല്പര്യമുണ്ടാകും എന്നുള്ളൊരു താല്പര്യമില്ലാത്തവരാണെങ്കിൽ താല്പര്യം ജനിപ്പിക്കുന്ന ഒരു ഫ്ലോഷമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ആയിട്ട് ഇവിടെ ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു സമ്മാനത്തിന് വേണ്ടി ആവശ്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ പൂക്കൾ വയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന പോലെ തന്നെ ഈ പൂക്കൾ ഉണ്ടാക്കുന്ന വ്യക്തികൾക്കും അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കർഷകർക്കും നല്ലൊരു നേരമ്പോക്കിനേക്കാൾ കൂടുതൽ
ഒരു അവരുടെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്കും ഉല്ലാസത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തി കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവർക്കെല്ലാം നല്ല ഒരു ബിസിനസ് വിജയം ഉണ്ടാകട്ടെ. കാരണം അൾട്ടിമേറ്റ്ലി ഇതൊരു ബിസിനസ്സാണ്. ഹോബി എന്ന് പറയുന്ന മനസ്സിന് സന്തോഷം കിട്ടുന്ന പ്രവൃത്തി പോലാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടി അതിനൊരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബിസിനസ് സംരംഭമായിട്ട് ഇത് മാറ്റാൻ സാധിക്കട്ടെ ഓരോ കർഷകനും എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് ഇത് വളരെ ഒരു ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു 6 ദിവസത്തെ പ്രോഗ്രാമാണ്. പക്ഷേ ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത ഇനി ഓരോ വർഷം ഇതേപോലെയുള്ള ഫ്ലവർ ഷോകൾ സംഘടിപ്പിച്ചുകൊണ്ട് കണ്ണൂരും അതേപോലെ തന്നെ കേരളവും ഉറ്റുനോക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടത് മാറാൻ സാധിക്കട്ടെ. അതിന് പിന്നിൽ ഇവർക്ക് കണ്ടിന്യൂസ്ലി അതിൻ്റെ ഊർജ്ജത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടത്തിയതും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. Kumari Chanvi Balsaraj, Asianet Star Singer Season 3 Fame, Flowers Top Singer Season 4 Fame, Cobra Sound Fame, Amrita TV Red Carpet, C Kerala Musical Program, Jana TV Musical Shop, തുടങ്ങി സിംഗർ, ആർട്ടിസ്റ്റ്, ഡാൻസർ എന്നീ നിലകളിൽ പ്രശസ്തിയായ നമ്മുടെ സ്വീകരണ മുറിയിൽ ഏറെ പ്രിയങ്കരിയായ കുമാരി ചാൻവി വത്സരാജിനെ നമ്മുടെ ആദരണീയനായ കലക്ടർ ശ്രീ അരുൺ കെ വിജയൻ IAS അവർ ആദരിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കുമാരി ചാൻവി വത്സരാജിനെ ക്ഷണിക്കുന്നു. ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കലക്ടറോട് ആദരവോട് അഭ്യർത്ഥിക്കുന്നു. നന്ദി ശ്രീ അരുൺ കെ വിജയൻ IAS. താങ്കളുടെ മഹനീയമായ സാന്നിധ്യം ഈ സായം സന്ധ്യയെ ധന്യമാക്കുന്നു. MN പ്രദീപ് സാർ, MN പ്രദീപ്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കണ്ണൂർ. അദ്ദേഹം നേരത്തെ ഇവിടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അടിയന്തരമായി തിരുവനന്തപുരത്ത് പോകേണ്ടതുണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങളോട് സഹകരിച്ചു. ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ MN പ്രദീപ്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കണ്ണൂർ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മഹനീയമായ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന സഹപ്രവർത്തകരെയും മുൻ റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടറുമായ ശ്രീമതി PK അജ്മോൾ അവർകളെ, ഈ മനോഹരമായ ഈ ഒരു പരിപാടി ഇവിടെ ഉദ്ഘാടനം നടത്തിയ നമ്മുടെ ആരാധനായ നമ്മുടെ ജില്ലാ കളക്ടർ ശ്രീ അരുൺ കെ വിജയൻ IAS അവർകളെ, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ K രാജൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് KFFPO, അതുപോലെ ഇവിടെ പങ്കെടുക്കുന്ന കുമാരി ജാൻവി വത്സരാജ്, നമ്മുടെ കൊച്ചു കലാകാരി, അതുപോലെ തന്നെ ഇവിടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ശ്രീ അനീഷ് കുമാർ MK സെക്രട്ടറി, അതുപോലെ ഇവിടെ പങ്കെടുക്കുന്ന നമ്മുടെ ഫ്ലവർ സൊസൈറ്റിയിലെ എല്ലാ മാന്യ കർഷക സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, എന്തായാലും സന്തോഷത്തിന്റെ ദിവസം തന്നെയാണിത്. കാരണം നമുക്കറിയാം, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ എല്ലാ വർഷവും അഗ്രികൾച്ചർ സൊസൈറ്റി നടത്തുന്ന ഫ്ലവർ ഷോ ആണ് നമ്മൾ കണ്ട് വന്നിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഈ ഒരു ഫ്ലവർ സൊസൈറ്റി നടത്തുന്ന ഒന്നാമത്തെ ഈ ഒരു ചടങ്ങിന് അല്ലെങ്കിൽ ഈ സംരംഭത്തിന് ആദ്യമേ ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവിധ ആശംസകളും
കുമാരി ജാൻവി വത്സരാജ്. ഏറെ ആദരവോടെ കുമാരി ജാൻവി വത്സരാജിനെ സ്വാഗതം ചെയ്യുകയാണ്. ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ, കോമഡി ഉത്സവം, അമൃത TV റെഡ് കാർപ്പറ്റ്, സി കേരള മ്യൂസിക്കൽ പ്രോഗ്രാം, ജനൻ TV മ്യൂസിക്കൽ പ്രോഗ്രാം എന്നീ നിലകളിലൂടെ പ്രശസ്തിയായ ഞങ്ങളുടെ സ്വീകരണ മുറിയിൽ ഏറെ പ്രിയങ്കരിയായ നർത്തകിയായ ആർട്ടിസ്റ്റായ ഡാൻസറായ കുമാരി ജാൻവി വത്സരാജിനെ ഏറെ ആദരപൂർവ്വം ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജാൻവി 2 വാക്ക് നിങ്ങളോട് സംസാരിക്കും. തുടർന്ന് നമ്മുടെ കാര്യപരിപാടിക്ക് ശേഷം ജാൻവിയുടെ പാട്ടുകളും ഉണ്ടായിരിക്കുന്നതാണ്. അല്ലേ ജാൻവി? ഓക്കെ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇന്ന് ഇവിടെ ഈ ഒരു ഫ്ലവർ ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒന്നാണ് പൂക്കള്. അപ്പൊ എല്ലാവരും ഈ ഒരു ഫ്ലവർ ഷോന്ന് ചെടികളും പൂക്കളും ഒക്കെ വാങ്ങി ഈ ഒരു ഫ്ലവർ ഷോ വൻ വിജയമാക്കി തീർക്കണം. എന്റെ എല്ലാവിധ ആശംസകളും ഈ ഒരു ഫ്ലവർ ഷോന് നേരുന്നു. താങ്ക് യു. ചടങ്ങിന് നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു KFFPO സെക്രട്ടറി ശ്രീ അനീഷ് കുമാർ MK. എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ ഫ്ലവർ ഫാമർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിഭാവനം ചെയ്ത ഫ്ലവർ ഷോ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിന് ഈ മീറ്റിങ്ങിന് നന്ദി പറയാനാണ് എൻ്റെ കടമ. അതിന് തൊട്ട് മുന്നേ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ കണ്ണൂരിന് KFFPO എന്താണ് നൽകുന്നത് എന്ന് പൊതുജനങ്ങളെയും നാട്ടുകാരെയും അറിയിക്കാനാണ് നമ്മൾ ഈ ഫ്ലവർ ഷോ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സൗജന്യമായിട്ട് എൻട്രൻസ് ഫീ ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ ഇത് നടത്തുന്നത്. നമ്മളെ മെമ്പർമാർ വീടുകളിൽ നട്ടുവളർത്തിയ ചെടികളും പൂക്കളും ഇവിടെ ഇതിന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ എല്ലാ ആൾക്കാരെയും ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. പ്രത്യേകമായിട്ട് നമുക്ക് നന്ദി പറയാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ശ്രീ അരുൺ K. വിജയൻ IAS ജില്ലാ കളക്ടർ. നമസ്കാരം. സ്വപ്നങ്ങൾ കാണാത്തവരായി ആരും ഉണ്ടാവില്ല. എന്നാൽ ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നവർ മാത്രമേ ചരിത്രത്തിൽ ജീവിക്കുകയുള്ളൂ. സ്വന്തം കൽപ്പനകൾക്ക് ചിറകു ധരിപ്പിച്ച് ആകാശ വീഥികളെ കീഴടക്കിയ അസാധാരണമായ പെൺകരുത്ത് കൽപ്പന ചൗള. അവരുടെ ജീവിത മുഹൂർത്തങ്ങളിലൂടെ ഒരല്പനേരം നമുക്ക് സഞ്ചരിക്കാം. 1961 ജൂലൈ 1 ഒരു കൊച്ചു ഒരു സാധാരണ കുടുംബത്തിൽ ചൗളയ്ക്കും സാനിയോഗത്തിനും ഒരു പെൺകുട്ടികളും 2 പെൺകുട്ടികൾക്കും ഒരു അച്ഛനും ശേഷമുണ്ടായ 4 ഒരാൺകുഞ്ഞിലേക്ക് പ്രതീക്ഷിച്ചിരുന്ന അല്പം നിരാശരായെങ്കിലും അവർ ആ കുഞ്ഞിനെ സന്തോഷപൂർവ്വം ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. ആ കുഞ്ഞിന് മനോഹരമായൊരു പേരിട്ടു, കൽപ്പന. കൽപ്പന അപ്പടി മാമനെ കാണാൻ വാശി പിടിച്ച് കരുതിയിരുന്ന കാലം. നമുക്ക് അവളെ പഠിപ്പിച്ച് വലിയ ഡോക്ടറാക്കണം. ബനാറസിലെ ചൗള തന്റെ കുഞ്ഞു മകളെ ഓർത്ത് അഭിമാനിച്ചു. എന്നാൽ കൽപ്പനയുടെ കണ്ണ് അങ്ങ് ആകാശത്തേക്ക് തന്നെയായിരുന്നു. അമ്പിളി മാമനെ തിരുഹക്കരിൽ വാഗാനാരിയതും വந்தே അതിശം ആരിലും പുതു കൗതുകമാലേ ഹാച്ചറയും നിന്റെ അജപൊളി പാരിലെന്നവ വിവിധായി കാമവും കിട്ടി ബിസ്മല ആദിയിൽ നീട്ടി നാരിയതും വந்தേ അതിശം
പാരിലും പുതു കൗതുകമാലെ ഹാജറയും നിന്റെ അജപൊളി പാരിലെ നവബീവിയതായി താനവും കിട്ടി ബസ്മല ആദിൽ നീട്ടി മുന്തിയ പൂവിയ മുന്താളെ മട്ടപ്പികൾ ചാരുടത്തിക വായൊരു മല്ലിക വല്ലിയും നാളെ പരിണയേട്ടമായി പുതു ആട്ടിയാളെ മജ്ലിസിൽ കണ്ടില്ലേ രാവിൽ നൂറിത് പൊങ്കില്ലേ ശീതകൾ ദപ്പലിയും ഉണ്ടേ തരുണിയും പേരലും ഇബ്രാഹിം നബിയരിൽ വേഷമതും വിണ്ടേ പേശുമയാശയാലെ ശീലതിലേറി ആറ്റലും നന്നായി ഗുണമണി കാണുമേ മുന്നാകൾ ദപ്പലിയും ഉണ്ടേ തരുണിയും പേരലും ഇബ്രാഹിം നബിയരിൽ വേഷമതും വിണ്ടേ പേശുമ ആശയാലെ ശീലതിലേറി ആറ്റലും നന്നായി ഗുണമണി കാണുമേ മുന്നാ കാണുമേ മിന്നിയം പന്നി കന്നമായുണ്ണിയ പന്നി മിന്നിയം പന്നി കന്നമായുണ്ണിയ പൊന്നി സാറയിൽ ദൂരത്തെ ഹാജറയിൽ ഇത് കാണുത്ത സമ്മതമേകിത് തലമിൽ ആറ്റലിൽ പതിമോഹമാലെ മുന്നിടുന്നല്ലോ മുന്നിട്ടേനിക്കാഹതിലായി ബന്നത്തിൽ തത്തോ വരുമാഹതിലായി ബന്നത്തിൽ തത്തോ വരുമാ സന്തോഷ നാളുകൾ പരിശാചുണ്ടാരിയും അതിശണമണവായി മാധുരീശ്വരം തേനിശലാൽ രംഗതിൽ പൊലിവാ പൊലിവാനെ മംഗളരാവാ പാരാകെ ഉസരും നിലവാ പൊലിവാനെ മംഗളരാവാ പാരാകെ ഉസരും നിലവാ മന്ദ